സിനിമാ ലോകത്തു നിന്നും രാഷ്ട്രീയത്തിലേക്കുള്ള വൻമരങ്ങളുടെ ചുവടുമാറ്റം തമിഴ്നാടിന് പുതിയൊരു കാര്യമേ അല്ല. എംജിആറിലും ശിവാജി ഗണേശനിലും തുടങ്ങി ജയലളിത, വിജയകാന്ത്, കമൽഹാസൻ, ഒടുവിൽ ദളപതി വിജയ് വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴിതാ നടനും സംവിധായകനും നിർമ്മാതാവുമായ ധനുഷിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് സജീവമായി തുടരുന്നത്. തമിഴ്നാട് രാഷ്ട്രീയം ഒരു തലമുറ മാറ്റത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സ്റ്റാലിനും എടപ്പാടി പളനിസ്വാമിക്കുമെതിരെ പുതിയൊരു ബദൽ ശക്തിയായി മാറാൻ സിനിമയ്ക്ക് കഴിയും എന്ന് വിജയ് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ധനുഷിന്റെ രാഷ്ട്രീയ പ്രവേശനം ആ മത്സരത്തെ കൂടുതൽ പ്രവചനാതീതമാക്കും. സിനിമയിലെ ധീരമായ പരീക്ഷണങ്ങൾ പോലെ രാഷ്ട്രീയത്തിലും ചുവടുറപ്പിക്കാൻ ധനുഷിന് കഴിഞ്ഞാൽ അത് തമിഴക രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാകും. ധനുഷ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് തമിഴക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയാവും? അടിത്തട്ടിലെ സ്വാധീനവും കോമൺ മാൻ ഇമേജും ധനുഷിന് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. അസുരൻ, കർണൻ, വടാ ചെന്നൈ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ശബ്ദമാകാൻ ധനുഷിന് കഴിഞ്ഞിട്ടുണ്ട്. തമിഴ് ജനതയ്ക്ക് പെട്ടെന്ന് അടയാളപ്പെടുത്താൻ കഴിയുന്ന അടുത്ത വീട്ടിലെ പയ്യൻ ഇമേജ് രാഷ്ട്രീയത്തിൽ ധനുഷിന് അനുകൂലമായ ഒരു ഘടകമാണ്. തമിഴ്നാട്ടിലെ ജാതി രാഷ്ട്രീയവും ഭൂമിയുടെ അവകാശവും സംസാരിച്ച ചിത്രങ്ങളിലെ നായകൻ എന്ന നിലയിൽ സാധാരണക്കാർക്കിടയിൽ ധനുഷിന്റെ വാക്കിന് വിശ്വാസ്യത കൂടുതലായിരിക്കും. തമിഴ്നാട്ടിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. ധനുഷിന്റെ ആരാധക വൃന്ദത്തിലേറിയ പങ്കും ഈ തലമുറയാണെന്നതും ഗുണം ചെയ്തേക്കും. ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളായ DMK, AIADMK എന്നിവയോട് പൂർണ്ണമായും ആഭിമുഖ്യം പുലർത്താത്ത മാറ്റം ആഗ്രഹിക്കുന്ന യുവ വോട്ടർമാരെ ആകർഷിക്കാൻ ധനുഷിന്റെ സ്റ്റാർ വാല്യൂവിന് സാധിക്കും. അത് തന്നെയാണ് വിജയുടെ തമിഴക വെற்றிക്കഴകത്തിനും ഗുണം ചെയ്തത്. വിജയ് രാഷ്ട്രീയത്തിൽ സജീവമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ധനുഷും കൂടി രംഗത്തിറങ്ങിയാൽ സിനിമാ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ജനപ്രീതിക്കപ്പുറം ദീർഘവീക്ഷണമുള്ള തന്ത്രങ്ങളും ജനക്ഷേമ നയങ്ങളും മുന്നോട്ട് വയ്ക്കാൻ ധനുഷിനാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്നാൽ സിനിമയിലെ ജനപ്രീതി എപ്പോഴും രാഷ്ട്രീയ വിജയമായി മാറണമെന്നില്ല. കമൽഹാസന്റെ മക്കൾ നീതിമയ്യം നേരിട്ട തിരിച്ചടികളും രജനികാന്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിന്മാറ്റവും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. നിലവിൽ സംവിധായകനായും നടനായും തിരക്കേറിയ ഷെഡ്യൂളുകളുള്ള ധനുഷിന് സിനിമ പൂർണ്ണമായി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കഴിയുമോ എന്നതും സംശയമുയർത്തുന്നുണ്ട്. വിജയ് സിനിമ പൂർണ്ണമായും നിർത്തിക്കൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എന്നത് ഇവിടെ ഓർക്കേണ്ടതാണ്.